നമ്മൾ പ്രീമിയം വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞുതരാം. നമ്മളൊരു പ്രീമിയം വാഹനം നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ എന്ന് നോക്കുക. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു 50% തലവേദന ഒഴിഞ്ഞു. കാരണം കിലോമീറ്റർ വെരിഫിക്കേഷൻ അതിലൂടെ നടക്കും. സർവീസിൻ്റെ ട്രാക്ക് കൃത്യമാണോ എന്നറിയും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും മേജറായിട്ടുള്ള വർക്കുകൾ ഷോറൂമിൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതും അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്താൽ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോക്കസ്ഡ് ഏരിയ എന്തൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത ഈ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ്. കാരണം ഒരു വണ്ടിയുടെ സർവീസ് ട്രാക്ക് കറക്റ്റ് അല്ല, അതേപോലെ തന്നെ ഈ വണ്ടിയിൽ എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ്സ് ഉണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്കത് ഒഴിവാക്കാനും പറ്റും. നമുക്ക് ആ സർവീസ് ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളൊരു വണ്ടിയുടെ ഓണറിൽ നിന്നാണ് ഈ വണ്ടി എടുക്കാൻ പോകുന്നതെങ്കിൽ ആ ഓണർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾ ഈ സർവീസ് ഹിസ്റ്ററി നൽകുന്നതായിരിക്കും. അവരൊരു ഇമെയിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സർവീസ് ഹിസ്റ്ററി PDF ആയിട്ട് കമ്പനികൾ നൽകും. അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അതിനകത്തിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങളോട് പറയും ഈ വണ്ടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലുള്ളതാണോ എന്നുള്ളത്. ഇനി സർവീസ് ഹിസ്റ്ററി ഇല്ലെങ്കിലും ആ വണ്ടി ചിലപ്പോൾ പുറത്ത് ചെയ്യുന്നതായിരിക്കും. നല്ല കണ്ടീഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ വണ്ടി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് വെച്ചാൽ ഈ വണ്ടി കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നത്.